നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈശോയുടെ പീഡാനുഭവ യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈശോയുടെ താങ്ങാനാകാത്ത ദുഃഖവും ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ടുള്ള ഈശോയുടെ ആ പീഡാനുഭവ യാത്രയിൽ ഈശോയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോടും പ്രതികരിക്കാതെ, ശപിക്കാതെ, ഒരു ശാപവാക്കുകൾ പോലും പറയാതെ ആ പീഡാനുഭവങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈശോ കുരിശിൻ്റെ വഴിയിലൂടെ കാവിൽത്താമലയിലേക്ക് യാത്രയായ ആ യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദുഃഖം അനുഭവിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ ഈശോയുടെ പീഡാനുഭവ യാത്രയെ നമ്മൾ ഓർക്കണം. ഈശോ കുരിശിൽ കിടക്കുമ്പം പോലും അത്രയധികം ക്രൂരമായി പീഡിപ്പിച്ചവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിച്ച് സമയം കണ്ടെത്തിയൊക്കെയും. അവരെ ശപിച്ചില്ല, അവരെക്കുറിച്ച് മോശമായ ഒരു വാക്കുകൾ പോലും പറയാതെ സ്വയം ഇതെല്ലാം സഹിച്ച് പോയ ആ ഈശോയെ കാണുമ്പോൾ ഓർക്കുന്നതും, മറ്റുള്ളവരുടെ വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും മരണങ്ങളും എല്ലാം നമ്മൾ കാണുമ്പോഴും അവരെ ഓർത്ത് ആ ദുഃഖത്തിൽ പങ്കുചേരാനുള്ള ഈ അവസരത്തിൽ നമുക്ക് കഴിയുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിലെ ദിവസവും മരണങ്ങൾ കാണുന്ന ആളാണ് ഞാൻ. മരണത്തിലേക്ക് നീങ്ങുമ്പോഴൊക്കെയും അവരുടെ ദുഃഖങ്ങൾ നമ്മളും പങ്കുചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടത് എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുകയാണ്. ഈശോയുടെ പീഡാനുഭവ യാത്രയും കുരിശുമരണവും, ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ ഈശോയുടെ അമ്മ ഇരുന്നുള്ള ആ വേദനകളും എല്ലാം നമ്മൾ ഓർക്കുമ്പോഴേ നമ്മുടെ വേദനകളും കഷ്ടതകളും ഒന്നുമല്ല എന്ന് നമ്മൾ വിചാരിക്കുകയും, ഇതുപോലെ അല്ലെങ്കിൽ പോലും നമ്മുടെ കൺമുമ്പിൽ കരഞ്ഞും വേദനിച്ചും വിഷമിച്ചും കഴിയുന്ന രോഗികളെയും നിത്യദുഃഖത്തിരെയും ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുമുട്ടുമ്പോഴൊക്കെയും ഈശോയുടെ ദിവ്യമായ സ്നേഹത്തെ പ്രതി അവരുടെ ദുഃഖത്തിലും വേദനയിലും പങ്കുചേരുവാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാകുക. ദുഃഖവെള്ളിയും പെസഹവ്യാഴവും ദുഃഖശനിയും എല്ലാം കഴിഞ്ഞ് ഈസ്റ്ററൊക്കെ വരുമ്പോഴും നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെയും ക്യാൻസർ രോഗവും കിഡ്നി രോഗവും കിടപ്പ് രോഗവും ഒക്കെ ആയിട്ട് ഒത്തിരി ദുഃഖം അനുഭവിക്കുന്നവരുടെ വേദന അടുത്ത വർഷം ഞാൻ കാണിയല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് വാർഡിൽ ഞങ്ങളെല്ലാവരും പോയി അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. അവരുടെ അവസാനത്തെ ഭക്ഷണം നമ്മുടെ ഭക്ഷണം കഴിച്ചാൽ മരിക്കുമ്പോൾ അവരെ വീട്ടിൽ കൊണ്ടാക്കുകയും അവരുടെ ദുഃഖങ്ങളിൽ പൂർണ്ണമായിട്ടും നമ്മൾ പങ്കുചേരുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കഴിയുന്നിടത്തോളം ഈ കോട്ടയത്തിൻ്റെ അടുത്ത പരിസരമാണെങ്കിൽ ആ ശവസംസ്കാര ചടങ്ങിന് ഞങ്ങൾ പങ്കുചേരാറുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ദുഃഖം അനുഭവിക്കുന്നവർ കൂടി സമയം ചെലവഴിക്കാൻ നമ്മൾ ഒത്തിരിയേറെ ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും ആ ആഗ്രഹത്തിന് വലിയൊരു അനുഗ്രഹം കർത്താവിൽ നിന്ന് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് എപ്പോഴും ലഭിക്കുകയും ചെയ്യും. ഞാൻ മെഡിക്കൽ കോളേജിൽ വന്ന് മനുഷ്യരുടെ ദുഃഖവും ദുരിതവും മരണവും കാണാൻ തുടങ്ങിയിട്ട് 54 വർഷമായി. മരണം കാണാത്തൊരു ദിവസവും ഇല്ല. മരിച്ചവരുടെ കുടുംബങ്ങൾ കാണുന്നു, മരിച്ചുപോയവരുടെ മക്കൾ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവരുടെ സങ്കടങ്ങൾ കാണുന്നു, ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലാതെ കരഞ്ഞ് ജീവിക്കുന്നവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈശോയുടെ പീഡാനുഭവ യാത്രയെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുമ്പോഴും ദുഃഖം അനുഭവിക്കുന്നവരുടെ കൂടെ ആയിരിക്കാൻ നമ്മൾ ഒത്തിരിയേറെ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. പ്രത്യേകിച്ചും കുടുംബാംഗങ്ങളെല്ലാവരും, ഒരു വീട്ടിൽ അപ്പനും അമ്മയും മക്കളും എല്ലാവരും, സമീപ പ്രദേശങ്ങളിൽ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചു കഴിയുന്ന രോഗികൾ, വളരെയേറെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ഒത്തിരിയേറെ തരത്തിൽ പ്രയാസപ്പെടുന്നവർക്കൊക്കെയും വേണ്ടി സമയം ചെലവഴിക്കേണ്ട ഒരു സമയമാണ് ഈ പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ദുഃഖശനിയാഴ്ചയും ഈ ഈസ്റ്ററിൻ്റെ ഞായറാഴ്ചയൊക്കെയും. അങ്ങനെയൊക്കെ ആയിരിക്കാനായിട്ട് നമുക്ക് ഒത്തിരിയേറെ ആഗ്രഹങ്ങളുണ്ടാകുക. അടുത്ത വർഷം നമ്മൾ ആരൊക്കെ കാണും, എവിടെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ, കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ഈ ഈസ്റ്ററിൻ്റെ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കുറച്ചും കൂടെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ജീവിക്കുവാനും സഹായിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തുക. ആ ഒരു ജീവിതം നിങ്ങൾക്കെപ്പോഴും ഒരു ധന്യമായ ഓർമ്മകളുമായിരിക്കും. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമെന്ന് നവജീവനിൽ നിന്ന് ഒത്തിരിയേറെ സ്നേഹാശംസ നേരുന്നു. തോമസ് ചേട്ടനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൂടെ നടന്ന് ജീവിക്കാനും കൂടെ നിങ്ങളെ കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നു. അങ്ങനെയും ഒരാഗ്രഹം നിങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.